നമസ്കാരം, വെട്ടർ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ആശ്രയം കെയർ ഹോമിൽ അന്തേവാസികളോടൊപ്പം മോർണിംഗ് സ്റ്റാർ തിരൂർ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് ഷെമിൻ പയ്യനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. ഷബീബ് അസോസിയേറ്റ് അധ്യക്ഷത വഹിച്ചു. വാക്കാട് ബദറുൽ ഹുദ മദ്രസയിലെ നബിദിനാഘോഷ പരിപാടി മഹല്ല് പ്രസിഡന്റ് പട്ടത്ത് മുസ്തഫ പതാക ഉയർത്തിയതോടെ മർഹൂം നാബിർ മോൻ നഗറിൽ തുടക്കമായി. BJP മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. അൻസാർ സുന്ന മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച മിലാദ് ഘോഷയാത്ര സംഘടിപ്പിച്ചു. അൻസാർ സുന്ന മദ്രസ പ്രധാന അധ്യാപകൻ സദർ മുഅല്ലിം ദുആക്ക് നേതൃത്വം നൽകി. ഹൃദയാഘാതത്തെ തുടർന്ന് അതിഥി തൊഴിലാളിയുടെ മരണം. ഓണാഘോഷത്തിൽ ഉൾപ്പെടെ മാറ്റിവെച്ച് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ചെറിയവറപ്പൂരിൽ നാടൊരുമിച്ചു. വെസ്റ്റ് ബംഗാൾ നദിയ സ്വദേശി ജവാഹറുൽ ഷെയ്ഖാണ് ഇന്നലെ പുലർച്ചെയോടെ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത്. പുണ്യപ്രവാചകന്റെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് അട്ടത്തോട് ബുൽദാനുൽ ഉലൂം മദ്രസ 2 ദിവസങ്ങളിലായി മിലാദ് പരിപാടികൾ സംഘടിപ്പിച്ചു. ആദ്യ ദിനം പുലർച്ചെ മൗലീദ് പാരായണം കൊണ്ട് പരിപാടികൾക്ക് ആരംഭം കുറിച്ചു. ഉണ്ണിയാൽപ്പാലം പുനർനിർമ്മാണത്തിനായി 21.30 കോടിയുടെ ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സൗത്ത് അന്നാര മുനവറിൽ ഇസ്ലാം സംഘം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ലിൽ നബിദിന റാലിയും അന്നദാനവും പ്രവാചക പ്രകീർത്തന സദസ്സും സംഘടിപ്പിച്ചു. വെട്ടം വില്ലേജ് മഹിളാ അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. പടിയത്ത് സംഘടിപ്പിച്ച പരിപാടി CPIM ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെയും ജില്ലാ ടൂറിസം വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷത്തിന് തുടക്കമായി. വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം കോട്ടക്കുന്നിൽ P. ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബിയ്യങ്കായൽ ജലോത്സവത്തിൽ പറക്കും കുതിര ഒന്നാമതെത്തി. മൈനർ വിഭാഗത്തിൽ യുവരാജയ്ക്കാണ് ഒന്നാം സ്ഥാനം. ജലോത്സവത്തിന്റെ ഉദ്ഘാടനം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.